ഡോക്ടർ ഇപ്പോൾ മരുന്നിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മരുന്ന് നോർമലി ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്ക് കൊടുക്കുന്ന ആസ്പിരിൻ, അതുപോലെ ഡയബറ്റിക്സ്, BP, ഇത് മൂന്നുമാണ് നമ്മൾ നോർമലി കഴിക്കുന്നത്. അപ്പം ഈ ആസ്പിരിൻ ടാബ്ലറ്റ് കൊണ്ട് നമ്മുടെ ബ്ലഡ് കുറച്ചും കൂടി തിന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുന്നുണ്ടോ? ആസ്പിരിൻ ഗുളിക വളരെ എന്താ പറയുക, നമുക്കൊരു ദിവ്യ ഔഷധം പോലെ കിട്ടിയ ഒന്നാണ്. അതിന് ഹൃദയത്തിൻ്റെ ബ്ലോക്കുകളെ തടയുന്നതിനുള്ള അപാരമായ കഴിവുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ തടസ്സമുണ്ടാകുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ ബ്ലോക്ക് ഡെവലപ്പ് ചെയ്യും. ഈ ബ്ലോക്കിലേക്ക് രക്തത്തിലെ കണികകളായ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ചെറിയ കണികകൾ അടിയുമ്പോൾ അതെല്ലാം കൂടെ ഒത്തുകൂടി അവിടെ കൂട്ടം കൂടി ബ്ലോക്കാക്കുന്നതാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്നതിനെ തടയുന്ന മരുന്നാണ് ആസ്പിരിൻ. അത് വില വളരെ കുറവാണ്. അപകട സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. എന്താണ് അപകട സാധ്യത? കുടലിൽ വ്രണം വരിക, അതിൽ നിന്ന് രക്തസ്രാവം വരിക, അതാണ് പ്രധാനമായിട്ടും വരാവുന്ന ഒരു അപകട സാധ്യത. പിന്നെ വരാവുന്നത് തലച്ചോറിലെ രക്തക്കുള്ള ഞരമ്പ് പൊട്ടി രക്തസ്രാവം വരാം. അങ്ങനെയുള്ള അവസ്ഥകളും ഈ ആസ്പിരിൻ ഗുളിക കഴിക്കുന്നത് കൊണ്ടുണ്ടാവാം. പക്ഷേ പരിശോധനകൾ നടത്തി ആസ്പിരിൻ സുരക്ഷിതമാണെന്നറിഞ്ഞാൽ അത് കഴിക്കുന്നതാണ് നല്ലത്, ഹൃദയാഘാതം തടയുന്നതിന്. ദീർഘനാൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിക്ക് ആജീവനാന്തം ആസ്പിരിൻ മരുന്നിൻ്റെ ആവശ്യമുണ്ടാകും. അതുപോലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്ന മരുന്നിൻ്റെ ആവശ്യമുണ്ടാകും. മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്ന മരുന്നുകളും ആജീവനാന്തം ആവശ്യമുണ്ടാകും. അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം, ഇതൊക്കെ. ഡോക്ടർ, ഈ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഒരുപാട് ഡയറ്റുകൾ നമ്മൾ ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ശരിക്കും? നമ്മുടെ ആഹാരത്തിലെ ക്രമീകരണം കൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാമെന്ന് ഒരുപാട് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ മരുന്നുകളുടെ സഹായത്തോടെയും കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. ഞങ്ങൾ പറയാറുള്ളത് സാധാരണ ഒരു തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, TLS. അതായത് നമ്മുടെ ആഹാരത്തിലെ ക്രമീകരണത്തോടൊപ്പം ക്രമമായ വ്യായാമം വേണം. അമിതമായിട്ട് കൊഴുപ്പ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. അതുകൊണ്ട് ആഹാരത്തിൽ നിന്നുള്ള കൊഴുപ്പുകൾ രക്തത്തിലെ കൊഴുപ്പായി കൂട്ടുന്നതിന് സാധ്യത 20% അല്ലെങ്കിൽ 40%. ആഹാരം നിയന്ത്രിക്കുന്നത് വഴി കൺട്രോൾ വരുന്ന 100% കൊളസ്ട്രോൾ താഴാൻ പോകുന്നില്ല, കുറച്ചേ താഴുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 10 മുതൽ 20% വരെ കൊളസ്ട്രോൾ ലെവൽ ആഹാരം കൊണ്ട് ക്രമീകരിക്കാം. ബാക്കി ക്രമീകരണത്തിന് മരുന്ന് വേണം. സ്റ്റാറ്റിൻ അടങ്ങിയ മരുന്നുകൾ ലോകമെമ്പാടും ലഭ്യമാണ്. ഈ മരുന്നുകൾ വളരെ ഫലവത്തായിട്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതുകൊണ്ട് ഹൃദയാഘാതം കുറയുന്നു. അപ്പോൾ ആഹാരത്തിലെ ക്രമീകരണം വേണം. പക്ഷേ അതെല്ലാമാണ്, അതുകൊണ്ട് തന്നെ എല്ലാം നേടാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആഹാരത്തിനുള്ള ക്രമീകരണം വേണം, കൃത്യമായ വ്യായാമം വേണം, വേണ്ടി വന്നാൽ മരുന്നിൻ്റെ സഹായവും വേണം. ഡോക്ടർ, ഈ മരുന്നുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ BP-ക്ക് കഴിക്കുന്ന മരുന്നുകൾ ഭാവിയിൽ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഒരുപാട് രോഗികൾക്കുള്ളൊരു സംശയമാണത്. പലരും എന്നോട് ചോദിക്കുന്ന 2 രോഗങ്ങളാണ്: പ്രമേഹ രോഗത്തിൻ്റെ മരുന്ന്, രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്ന്. ഈ 2 മരുന്നും കഴിക്കുന്ന രോഗികൾക്ക് കിഡ്നിയുടെ തകരാറ് വരും, എനിക്ക് വൃക്ക രോഗം വരും, മരുന്ന് കഴിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെയല്ല. ഇതിൽ രോഗികളെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ സമൂഹം മനസ്സിലാക്കേണ്ട വസ്തുത, പ്രമേഹ രോഗവും ഈ അമിത രക്തസമ്മർദ്ദവും ദീർഘനാൾ നിലനിൽക്കുമ്പോൾ അവ തന്നെ വൃക്ക തകരാറുണ്ടാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വൃക്ക തകരാറ് ഈ രോഗികളിൽ വരുന്നത് അനിയന്ത്രിതമായ പ്രമേഹ രോഗം, അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം. ഇതാണ് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ കിഡ്നി തകരാറുണ്ടാക്കും എന്ന് പറയുന്ന ഒരു വാദഗതി തെറ്റാണെന്നേ ഞാൻ പറയൂ. പ്രമേഹ രോഗം നിയന്ത്രണാധീനത്തിലാക്കിയാൽ പല വേറെ ഘടകങ്ങളുമുണ്ട് കിഡ്നി തകരാറ് ഉണ്ടാവാൻ. പ്രമേഹ രോഗം വരുമ്പോൾ അത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് കണ്ണുകളെ, ഹൃദയത്തിനെ, തലച്ചോറിനെ, കിഡ്നിയെ, ഇവയാണ്. അതിൽ കിഡ്നി ഒരു പ്രധാന അവയവമാണ്, ഒരു ടാർഗറ്റ് ഓർഗൻ എന്നുള്ള നിലയിൽ ഡാമേജ് ആകാൻ. അത് പ്രമേഹ രോഗം കൊണ്ട് തന്നെ വരാം, മരുന്നാകണമെന്നേ ഇല്ല. അതേസമയം പ്രമേഹ രോഗമുള്ള വ്യക്തിക്ക് കിഡ്നി തകരാറുണ്ടെങ്കിൽ അവരുടെ പ്രമേഹ രോഗം കുറച്ചുകൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ ഈ പ്രമേഹ രോഗം കൊണ്ട് വരുന്ന കിഡ്നി തകരാറാണ് താരതമ്യേന ദുർബലനായ മരുന്നിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത്. അതൊന്ന്.
ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന മരുന്നുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നുണ്ട്. അതിലേറ്റവും ഫലവത്തായ ഒരു സെറ്റ് മരുന്നാണ് ACE ഇൻഹിബിറ്റർ, അതായത് എയ്സ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ. അതിനെല്ലാം പ്രിൽ എന്ന് പറഞ്ഞൊരു എൻഡാണ് വരുന്നത്. റാമിപ്രിൽ, ക്യാപ്റ്റോപ്രിൽ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, ലിസിനോപ്രിൽ. ഈ മരുന്നുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു അളവ് വരെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്തതിനും നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു പാർശ്വഫലം, രക്തക്കുഴലുകൾ അടഞ്ഞിരിക്കുന്ന കിഡ്നിയിൽ ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ കിഡ്നി തകരാറ് വരാം. അപ്പോൾ അത് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം ഈ മുൻഗണനകളൊക്കെ നൽകി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല. അങ്ങനെയും സംശയമുള്ളവർക്ക് വീണ്ടും വർഷാവർഷം കിഡ്നി ചെക്ക് ചെയ്യാം. കിഡ്നി പരിശോധന നടത്തി മോശപ്പെടുകയാണെങ്കിൽ ചില മരുന്നുകൾ മാറ്റി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായും ഞാൻ ആ വാദഗതിയോട് യോജിക്കുന്നില്ല. അത്യപൂർവമായിട്ട് അങ്ങനെ നമുക്ക് സംഭവങ്ങളുണ്ട്. പക്ഷെ അത് ഒന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ജനിതകമായ കാരണങ്ങളാകാം. പ്രത്യേകിച്ച് ആഹാരം, പ്രധാനമായും അരി ആഹാരമാണ് കേരളീയർ മിക്കവാറും കഴിക്കുന്നത്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കൂടുതലുള്ളത് കൊണ്ടാകാം. പൊതുവേ വ്യായാമശീലം കുറവുള്ളത് കൊണ്ടാകാം. എന്തായാലും ലോകത്തിലെ പ്രമേഹ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പ്രമേഹ രോഗം കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിന് പ്രസക്തി? പ്രമേഹ രോഗം കൂടുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതോടൊപ്പം കൂടുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രമേഹ രോഗം ഇല്ലാത്തവരിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തെക്കാൾ 4 ഇരട്ടി കൂടുതലാണ് പ്രമേഹ രോഗം ഉള്ള വ്യക്തികളിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രമേഹ രോഗം പ്രധാനമായും ബാധിക്കുന്നത് രക്തക്കുഴലുകളെയാണ്. നേരത്തെ പറഞ്ഞു, രക്തക്കുഴലുകളുടെ രോഗം വന്നു കഴിഞ്ഞാൽ രക്തക്കുഴൽ അടഞ്ഞു പോകാം. രക്തക്കുഴൽ അടഞ്ഞാൽ അത് പ്രധാനമായും ബാധിക്കാവുന്നത് ഹൃദയത്തിലെ നിരന്തരം രക്തം ആവശ്യമുള്ള പേശികൾക്കാണ്. അപ്പോൾ പ്രമേഹം രക്തക്കുഴലുകളെ ബാധിക്കുന്നു, രക്തക്കുഴലുടെ രോഗം ഹൃദയാഘാതത്തിന് ഇടവരുന്നു. അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പ്രമേഹ രോഗമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത 4 ഇരട്ടിയായി കൂടുന്നു. അതേ പ്രായത്തിലുള്ള മറ്റൊരു വ്യക്തി പ്രമേഹ രോഗം ഇല്ലെങ്കിൽ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് 4 മടങ്ങ് കൂടുതലാണ് ഹൃദയാഘാതം വരാനും. അതുപോലെ തന്നെ ഇവർക്ക് ഹൃദയാഘാതം വരുമ്പോൾ നമ്മൾ സാധാരണ ബ്ലോക്ക് കാണും. എല്ലാവരും എന്നോട് ആൻജിയോ കഴിയുമ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു ഡോക്ടറെ എന്ന് ചോദിക്കും. പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന 1 ബ്ലോക്ക് അല്ലെങ്കിൽ 2 ബ്ലോക്ക് അല്ലെങ്കിൽ 3 ബ്ലോക്ക്. പ്രമേഹ രോഗമുള്ളവർക്ക് പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കാണാം. ഒരു രക്തക്കുഴൽ പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കാണാം, പല രക്തക്കുഴലുകളിലും ബ്ലോക്ക് കാണാം. ഈ ബ്ലോക്കുകളെല്ലാം തന്നെ വളരെ നീളത്തിനുള്ളതാവാം, ചെറിയ ചെറിയ രക്തക്കുഴലെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവരുടെ രോഗം കുറച്ചുകൂടെ വലുതായി പ്രമേഹ രോഗികളിൽ കാണും, കൂടുതലാണ്.